ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഹൈടെക് കൃഷിയിടത്തിലാണ്. കൊട്ടാരക്കരയ്ക്കടുത്ത് വെട്ടിക്കവല കൃഷിഭവൻ പരിധിയിലുള്ള അമൽ എന്ന് പറയുന്ന ഒരു യുവ കർഷകൻ്റെ, MBA-കാരനായ യുവ കർഷകൻ്റെ ഹൈഡ്രോപോണിക് കൃഷിയിടമാണിത്. ഹൈഡ്രോപോണിക് എന്ന് പറഞ്ഞാൽ മണ്ണില്ല കൃഷി. ഈ കുക്കുംബർ മണ്ണിലല്ല വിളഞ്ഞത്. അപ്പോൾ ഹൈഡ്രോപോണിക് എന്ന് പറയുന്ന ഒരു പുതിയ കൃഷി സമ്പ്രദായമാണ്, പ്രചാരമായിക്കൊണ്ടിരിക്കുന്ന ഒരു കൃഷി സമ്പ്രദായമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടും മണ്ണ് വേണ്ട, അതുപോലെ തന്നെ വെള്ളം വളരെ കുറച്ച് മതി. അപ്പം ആ ഒരു പുതിയ കൃഷി സമ്പ്രദായത്തെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ. ഇതാണ് കൃഷികൾ. ഒരു തരി മണ്ണില്ലാതെ പലതരം ഇല പച്ചക്കറികളും കുക്കുംബറും ബ്രക്കോളിയുമൊക്കെ സുന്ദരിമാരായി നിൽക്കുന്നത് ഹൈഡ്രോപോണിക്സ് എന്ന കൃഷി സമ്പ്രദായം ഉപയോഗപ്പെടുത്തിയാണ്. ഈ പുത്തൻ കൃഷി സമ്പ്രദായം യൂട്യൂബിലൂടെ പരിശീലിച്ച് കഴിഞ്ഞ 4 വർഷമായി വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് MBA-കാരനായ 25-കാരൻ അമൽ എന്ന യുവ കർഷകനാണ്. MBA കഴിഞ്ഞപ്പോൾ എനിക്ക് നാട്ടിൽ നിൽക്കണമെന്നുള്ളൊരാഗ്രഹമാണ്. പുറത്തേക്ക് ജോലിക്ക് പോകണമെന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്കില്ലായിരുന്നു. എല്ലാവരും പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നാട്ടിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സായിട്ട് തുടങ്ങണമെന്നുള്ളൊരാഗ്രഹം പണ്ടേ മുതലുണ്ടായിരുന്നു. അപ്പോൾ MBA പഠിക്കുന്ന ടൈമിന് ഞാനിങ്ങനെ ഹൈഡ്രോപോണിക്സിനെ പറ്റി കണ്ടിട്ടുണ്ട്. എപ്പോഴും ഫുൾ ടൈം ഇങ്ങനെ നെറ്റിൽ നോക്കുന്നൊരു ടൈമാണ്, ഇൻസ്റ്റയിൽ ഇങ്ങനെ സെർച്ച് ചെയ്തിരിക്കുന്ന ടൈമൊക്കെയാണ്. അപ്പം ഹൈഡ്രോപോണിക്സിനെ പറ്റി കണ്ടു, അഗ്രികൾച്ചറിനെ പറ്റി കണ്ടു, ജസ്റ്റ് കണ്ടു പോയി, അത് കഴിഞ്ഞു. പിന്നെ MBA കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അന്ന് കണ്ട ഹൈഡ്രോപോണിക്സിനെ പറ്റി നോക്കി പല ഫാർമേഴ്സിനെ വിസിറ്റ് ചെയ്തു. ഫാർമേഴ്സിനെ എല്ലാം വിസിറ്റ് ചെയ്യുമ്പോൾ അവർ ആദ്യമേ പറയുന്ന അഗ്രികൾച്ചറിലേക്ക് പോവല്ലെന്നാണ്. കാരണം അവർ പറയുന്നത് നമ്മുടെ ഇവിടെ വില കിട്ടത്തില്ല, കാലാവസ്ഥ ശരിയല്ല, ലേബർ റേറ്റ് കൂടുതലാണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ഒരു മൈൻഡോട് കൂടി എല്ലാം മനസ്സിലാക്കി തന്നെ വെച്ചാണ് തുടങ്ങിയത്. അപ്പം ഹൈഡ്രോപോണിക്സിനെ പറ്റി നമ്മളിവിടെ പഠിക്കാനായിട്ടോ ട്രെയിനിങ്ങിനോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ അധികം ഇല്ലായിരുന്നു, ഒരു 3-4 ഇയേഴ്സ് ബാക്ക്. അങ്ങനെ നെറ്റിൽ നോക്കി, യൂട്യൂബിൽ നോക്കി എല്ലാം പഠിച്ചു. ഒരുവിധം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. കാരണം നമുക്ക് പുറത്തോട്ട് നമ്മൾ നോക്കിയാലും നോർത്തിലോട്ടൊക്കെ പോയാലും നമുക്ക് ഹൈഡ്രോപോണിക്സിനെ പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അവർ വലിയ എമൗണ്ട് ഫീസൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം സ്വന്തമായിട്ട് നെറ്റിൽ നമുക്ക് നോക്കിയ ഒരുവിധം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അപ്പം ഓൺലൈനിൽ നിന്ന് ഫെർട്ടിലൈസറും സീഡ്സും എല്ലാം വാങ്ങി അങ്ങനെ സ്വന്തമായിട്ട് ആദ്യം വീട്ടിൽ തന്നെ ചെയ്ത് നോക്കി. ഹൈഡ്രോപോണിക്സ് ചുമന്ന ചീരയൊക്കെ ചെയ്ത് നോക്കി, നല്ലപോലെ റിസൾട്ട് കിട്ടി. പാലക്ക്, കുക്കുംബേഴ്സ് അതെല്ലാം ചെയ്ത് നല്ല റിസൾട്ട് കിട്ടി. 1000 സ്ക്വയർ മീറ്റർ വീതം വിസ്തീർണമുള്ള 2 പോളി ഹൗസുകളിലാണ് അമലിൻ്റെ ഹൈഡ്രോപോണിക്സ് കൃഷികൾ. വിവിധങ്ങളായ വിളയിനങ്ങൾ കൃഷി ചെയ്ത് വിളവെടുത്തു വരുന്നുണ്ട്. അതിൽ ലീഫി വെജിറ്റബിളുകൾ പലതുണ്ട്. അതിലൊന്നാണ് ഈ കാണുന്ന ലെറ്റ്യൂസ്. സലാഡായി ഉപയോഗിച്ചു വരുന്ന ലെറ്റ്യൂസിന് പല ഇനങ്ങളുണ്ട്. ബെറ്റാവിയ, ലൊല്ലോ റോസോ, ലൊല്ലോ ബയോണ്ട, ബട്ടർഹെഡ്, ടിറ്റ്സ്വാൻ എന്നിങ്ങനെ പോകുന്നു ഈ നെതർലൻഡുകാരിയുടെ ഇനങ്ങൾ. നട്ട് 25-ാം ദിവസം വിളവെടുക്കാമെന്നതാണ് ഇതിൻ്റെ മെച്ചം. വിവിധ ഇനങ്ങൾ അമൽ മാറി മാറി കൃഷി ചെയ്തു വരുന്നു. ഈ കാണുന്നതാണ് പാലക് എന്ന ലീഫി വെജിറ്റബിൾ. നട്ട് 20 മുതൽ 25 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാം. മുറിച്ചെടുത്താൽ വീണ്ടും വീണ്ടും പൊട്ടിമുളയ്ക്കും. 3 മാസം കൊണ്ട് 3 തവണ വിളവെടുക്കാം. സലാഡായും പാചകം ചെയ്തും ഉപയോഗിക്കാവുന്ന ഒന്നാണ് പാലക്ക്. കെയിൽ എന്ന ഒരിനം ചീരവർഗ പച്ചക്കറിയാണിത്. ഈ കാണുന്നതാണ് ബോക് ചോയ്, സൂപ്പിനും സലാഡിനും പറ്റിയ ഇലക്കറി.
ഒറ്റത്തവണ മാത്രമേ വിളവെടുക്കാൻ കഴിയൂ. ഇതാണ് ബേസിൽ ചീര. ഇറ്റാലിയൻ ബേസിൽ തുളസി കുടുംബത്തിൽപ്പെട്ടതാണ്. ഒരുതരം പ്രത്യേക ഗന്ധമുള്ളതിനാൽ പിസ്സയ്ക്കും സലാഡിനും ഉപയോഗപ്പെടുത്താം. ഹൈഡ്രോപോണിക്സിൽ നമ്മുടെ പട്ടുചീരയും നന്നായി കൃഷി ചെയ്യാം. അമൽ പട്ടുചീര കൃഷിയും നടത്തിവരുന്നു. മണ്ണില്ലാതെ ഡ്രഫ് രീതിയിലാണ് ഈ കാണുന്ന കുക്കുംബർ കൃഷി ചെയ്തിരിക്കുന്നത്. ഹൈഡ്രോപോണിക്സിലെ സബ്സ്ട്രേറ്റ് മെത്തേഡിലാണ് ഇംഗ്ലീഷ് കുക്കുംബർ എന്ന ഈ ഇനം കുക്കുംബർ കൃഷി. ഈ PVC പാത്തികളിൽ പുളി മാറ്റി കറ നീക്കം ചെയ്ത ചകിരിച്ചോറാണ് നിറച്ചിരിക്കുന്നത്. അതിലാണ് തൈകൾ നട്ടിരിക്കുന്നത്. ഓരോ ചെടി ചുവട്ടിലും ഡ്രിപ്പറുകൾ വിന്യസിച്ചിരിക്കുന്നു. ദ്രാവക പോഷകങ്ങൾ ഈ കാണുന്ന ഡ്രിപ്പറിലൂടെ ആവശ്യാനുസരണം ഓരോ വളർച്ചാ ഘട്ടത്തിനനുസരിച്ച് ക്രമപ്പെടുത്തിയാണ് നൽകി വരുന്നത്. കുക്കുംബർ വളർന്നു പടർന്നു കയറുവാൻ ഈ കാണുന്നത് പോലെ ഹൂക്കുകൾ ഉയരത്തിൽ അയ പോലെ വലിച്ചു കെട്ടിയതിൽ കൊളുത്തിയ ഡ്രല്ലീസിംഗ് ടോയിനുകൾ ഞാത്തിയിട്ടിട്ടുണ്ട്. പടർന്നു വളരുന്നതിനനുസരിച്ച് ചെടിയെ ചരടിൽ ഉടക്കി കെട്ടിക്കൊടുക്കും. അമലിന്റെ ഹൈടെക് കൃഷിയിൽ ഏറ്റവും ആദായ കൃഷി കുക്കുംബറാണ്. വർഷം മുഴുവൻ തുടർ കൃഷിയുമുണ്ട്. ഒരു ബാച്ച് കുക്കുംബർ വിളവെടുത്ത് തീരുമ്പോഴേക്കും അടുത്ത ബാച്ച് വിളവെടുക്കുവാൻ പാകത്തിലെത്തിയിരിക്കും. ലീഫി വെജിറ്റബിളും ഇതേപോലെ തുടർച്ചയായി വിളവെടുക്കുവാൻ പാകത്തിലാണ് നടിയിൽ ക്രമീകരണം. അതിനാൽ സ്ഥിരം സപ്ലൈ ഉറപ്പുവരുത്തുവാൻ കഴിയുന്നുണ്ട്. കവചിത കൃഷി ആയതിനാൽ കീടങ്ങളോ രോഗങ്ങളോ കാര്യമായി ഇതിനുള്ളിൽ ഇതേവരെ ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ചെറുപ്രാണികൾ വന്നാൽ അവയെ തുരത്താനാണ് ഇക്കാണുന്ന നീലക്കെണിയും മഞ്ഞക്കെണിയും വലിച്ചു കെട്ടിയിരിക്കുന്നത്. പ്രാണികൾ ഈ കെണിയിലെ പശയിൽ ഒട്ടിപ്പിടിച്ച് ചത്തുപോകും. കൃഷിക്ക് മണ്ണില്ലാത്തതിനാൽ മണ്ണിലൂടെയുള്ള രോഗങ്ങളും വരുന്നില്ല. മാത്രമല്ല, ഷെഡിന്റെ തറ മുഴുവനായി മറച്ചിടുന്ന തരത്തിൽ വീറ്റ് മാറ്റും വിരിച്ചിട്ടുള്ളതിനാൽ മണ്ണുമായി ഒട്ടും സമ്പർക്കപ്പെടുന്നുമില്ല. ഇംഗ്ലീഷ് കുക്കുംബർ എന്ന ഈ ഇനത്തിൽ കായ്കൾ ചെറുതും കടും പച്ച നിറത്തിൽ ഭംഗിയുള്ളതുമായതിനാൽ ആവശ്യക്കാർ ഏറെയുണ്ട്. ഒരു ചെടിയിൽ നിന്നും 4 മുതൽ 7 കിലോ കായ്കൾ കിട്ടുമെന്ന് അമൽ പറയുന്നു. ശരാശരി 50 രൂപ വില ലഭിച്ചു വരുന്നു. എപ്പോഴും 2 പോളി ഹൗസുകളിലായി 2000 കുക്കുംബർ വിളവെടുക്കാനുണ്ടാകും. വർഷത്തിൽ 4 തവണ കുക്കുംബർ കൃഷി ചെയ്തുകൊണ്ട് വായ്പാ തിരിച്ചടവ് കൃത്യമായി നടന്നുവരുന്നു. 2 പോളി ഹൗസ് സംവിധാനങ്ങൾക്കായി യാതൊരു ജാമ്യ വ്യവസ്ഥയുമില്ലാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 60 ലക്ഷം രൂപ അമലിന് വായ്പയായി നൽകിയിട്ടുണ്ട്. അത് 1.5 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് അമൽ പറയുകയുണ്ടായി. എനിക്ക് മാർക്കറ്റിങ്ങിൽ അങ്ങനെ ഒരു ട്രബിളായിട്ട് ഇതുവരെ വന്നിട്ടില്ല, പ്രശ്നം തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഹൈഡ്രോപോണിക്സിലേക്ക് വന്നപ്പോൾ ആദ്യമേ പഠിച്ച ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. കാരണം ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന വെജിറ്റബിൾസ് ഏതാണെന്ന് അതിനെപ്പറ്റി ഒന്ന് നോക്കിയപ്പോൾ കൂടുതൽ ഈ വരുന്ന ബ്രൊക്കോളി, ക്യാപ്സിക്കം, ഇംഗ്ലീഷ് കുക്കുംബർ, കുറേ ലീവ്സ്. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ ആദ്യമേ ക്രോപ്പ് സെലക്ട് ചെയ്തത്. ആ മെജോറിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഇംഗ്ലീഷ് കുക്കുംബർ, ലീവ്സ്, ചെറി ടൊമാറ്റോ അങ്ങനെയുള്ള കുറച്ച് ക്രോപ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 60% വന്നിട്ട് നമ്മൾ എറണാകുളം, ട്രിവാൻഡ്രത്തേക്കാണ് നമ്മൾ അയക്കുന്നത് ലീവ്സ്. അത് കാർബോർഡിൽ ഈവനിങ് ആണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കൂൾ ക്ലൈമറ്റ് ആണ്. ഈവനിങ് നമ്മൾ കട്ട് ചെയ്ത് കാർബോർഡിലാക്കി KSRTC ലോജിസ്റ്റിക്സ് വഴി നമ്മൾ നേരെ അയക്കുവാണ്. അപ്പം രാവിലെ അവിടുന്ന് കളക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനെ കോൾഡ് സ്റ്റോറേജോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അവിടെയാണ് നമുക്ക് മെയിൻ അഡ്വാൻറ്റേജ് വരുന്നത്. അപ്പോൾ അത്രയും കോസ്റ്റ് കട്ടിങ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ സെക്കൻഡ് വന്നിട്ട് കുക്കുംബറാണ് നമുക്ക് മേജർ പ്രൊഡക്ഷൻ വരുന്നത്. അത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു 5-6 ഷോപ്പിലേക്ക് കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അതിനുള്ള പ്രൊഡക്ഷനേ ഇവിടെ ഉള്ളൂ. നമ്മൾ 2 ഫാമിലേക്കാണായിട്ടാണ് ചെയ്യുന്നത്. രണ്ടും ക്ലൈമറ്റ് കൺട്രോൾഡ് പോളി ഹൗസ് ആണ്. അപ്പോൾ
നമുക്കിവിടെ ഒരു അഡ്വാൻറ്റേജ് എന്താ, ക്ലൈമറ്റ് കൺട്രോൾ പോളിയോസിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സീസൺ ഇല്ല. നമ്മൾ ഇതിനകത്തൊരു സീസൺ ഉണ്ടാക്കി അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ചെയ്യുവാണ്. അപ്പോൾ പുറത്ത് മഴയോ വെയിലോ നമ്മളെ ബാധിക്കുന്നില്ല. നമ്മൾ ത്രൂ ഔട്ട് ദ ഇയർ 365 ഡേയ്സ് നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്നു. ഒരു സൈക്കിൾ തീരുമ്പോൾ അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 2 ഫാമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫാമിൽ തീരുമ്പോൾ അപ്പുറത്തെ ഫാമിൽ പ്രൊഡക്ഷൻ വന്നുകൊണ്ടിരിക്കും, അവിടുത്തെ തീരുമ്പോൾ ഇപ്പുറത്ത് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓൺ ആൻ ആവറേജ് നമുക്ക് ഡെയിലി ഒരു ചിലപ്പോൾ 500 അല്ലെങ്കിൽ 600 kg കുക്കുംബേഴ്സ് കിട്ടുന്ന ഡേയ്സ് ഉണ്ട്. അത് നമ്മൾ ഡയറക്റ്റ് ഷോപ്പിലേക്ക്, അടുത്ത് തന്നെയുള്ള ഒരു 5-6 ഷോപ്പിലേക്ക് അങ്ങ് കൊടുക്കുക. അങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിംഗ് വരുന്നത്. ഡ്രഫ് മെത്തേഡിൽ തന്നെയാണ് ഇക്കാണുന്ന ബ്രോക്കോളിയും നട്ടിരിക്കുന്നത്. ആദ്യമായി ചെയ്യുന്ന കൃഷിയാണിത്. കുക്കുംബറിന്റെ അളവിലാണ് ദ്രവ വളങ്ങൾ നൽകിയത്. അതിനാൽ വളർച്ചയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ബ്രക്കോളിയും വിളവെടുക്കുവാൻ കഴിഞ്ഞു. MBA കഴിഞ്ഞതിന് ശേഷം അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു സ്കീം വഴിയാണ് ഫസ്റ്റ് ലോൺ ചെയ്യുന്നത്. പക്ഷേ ഈ ലോണിലേക്ക് വന്നത് തന്നെ എന്തായിരുന്നു, വീട്ടിലേക്ക് ഒരു എമൗണ്ട് ചോദിക്കാൻ, അതായത് നമുക്ക് ഫസ്റ്റ് പ്രോജക്റ്റ് കോസ്റ്റ് എടുത്തപ്പോൾ തന്നെ 20-25 lakhsോളം ലോൺ എമൗണ്ട് വേണം. അപ്പോൾ വീട്ടിൽ ചോദിക്കാനുള്ളൊരു മടി കാരണം കൂടുതൽ ലോൺ സ്കീം നോക്കി. അപ്പോൾ കൊളാട്രൽ ഫ്രീ ആയിട്ടുള്ള ഒരു ലോൺ സ്കീം നോക്കി. അപ്പോൾ അങ്ങനെ ഒരുപാട് തിരക്കിയിട്ടാണ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നുള്ളൊരു സ്കീം അറിഞ്ഞത്. അതിനുശേഷം ഇത് എവിടെ ബാങ്കുകളിലേക്കൊക്കെ സമീപിക്കുമ്പം അവർക്കും അത്ര അറിവില്ല ആ ഒരു ടൈമിലേക്ക്, ഒരു 3-4 വർഷം മുന്നേ. അപ്പം അങ്ങനെ കുറേ തിരക്കിയപ്പോൾ സൗമിത്രി എന്ന് പറഞ്ഞൊരു മാഡം, ട്രിവാൻഡ്രം കോർഡിനേറ്ററാണ്, സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്, മാഡമാണ് അതിനെപ്പറ്റി ഹെൽപ്പ് ചെയ്ത് ഫസ്റ്റ് ലോണിന് വേണ്ടിയും ഫസ്റ്റ് പ്രോജക്റ്റിന് വേണ്ടിയും ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. അങ്ങനെ ആദ്യത്തെ ഒരു ഫാം ലീഫി ഗ്രീൻസിന് വേണ്ടി, അതായത് ഇലച്ചെടികൾ, ലെറ്റ്യൂസ്, പാലക്ക്, കെയിൽ, മിൻറ്റ്, സെലറി, അങ്ങനെ കുറേ ക്രോപ്സിന് വേണ്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യമേ ഒരു നാച്ചുറലി വെന്റിലേറ്റഡ് പോളിഹൗസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 400 square meter തുടങ്ങി. ആദ്യത്തെ ഒരു 2-3 മാസം വളരെ നല്ലപോലെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂട് വന്നു. നമ്മുടെ ഒരു ഫെബ്രുവരി, മാർച്ച് ആ ഒരു ടൈം തൊട്ട്, ഫെബ്രുവരി തൊട്ട് ഒരു മെയ് വരെ നമുക്ക് നല്ല ചൂടാണ്. അപ്പോൾ ആ ഒരു ചൂടിലേക്ക് നമുക്ക് ഹൈഡ്രോപോണിക് ക്രോപ്സ് സർവൈവ് ചെയ്യത്തില്ല. ഈ നാച്ചുറലി വെന്റിലേറ്റഡ് പോളിഹൗസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുറത്തൊരു 38 ഡിഗ്രി ആണെങ്കിൽ അകത്തൊരു 40-42 ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ വരും. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുന്നത്, വാട്ടർ ടെമ്പറേച്ചറൊക്കെ കൂടും. അകത്ത് കൂൾ ക്ലൈമറ്റ് ക്രോപ്സ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ക്രോപ്സ് സസ്റ്റെയിൻ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഫോഗർ സിസ്റ്റം ഒരുപാട് യൂസ് ചെയ്തു. ഫോഗർ സിസ്റ്റം യൂസ് ചെയ്തപ്പോഴത്തേക്കും ഹ്യൂമിഡിറ്റി ക്ലൈംബപ്പ് ആയിട്ട് ഈ പറഞ്ഞ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടായി. പിന്നെ ആ സമയത്ത് നമ്മൾ ഒരുപാട് വിസിറ്റേഴ്സിനെ അലോ ചെയ്യുമായിരുന്നു. അപ്പോൾ വിസിറ്റേഴ്സ് വന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പെസ്റ്റ് അറ്റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ആ ഒരു സൈക്കിൾ ക്രോപ്സ് എല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന ടൈമിന് വീണ്ടും അതേ പഴയതുപോലെ തന്നെ യൂട്യൂബിൽ നോക്കി വീണ്ടും ഒന്നേന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ യൂട്യൂബിൽ നോക്കി ഫാൻ ആൻഡ് പാഡ് ടൈപ്പ് പോളിയോസിനെ പറ്റി പഠിച്ചു. പക്ഷേ ഫാൻ ആൻഡ് പാഡിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു കോസ്റ്റൽ ഏരിയയാണ്. അപ്പോൾ കോസ്റ്റൽ ഏരിയയിൽ എപ്പോഴും ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ എല്ലായിടത്തും ഈ ഫാൻ ആൻഡ് പാഡ് പോളിയോസ് വർക്കൗട്ട് ആവത്തുമില്ല. കാരണം ഫാൻ ആൻഡ് പാഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പാഡിനെ ഹ്യൂമിഡിറ്റിയെ കൂട്ടുവാണ്, കുറവുള്ള സ്ഥലത്ത് കൂട്ടുവാണ്. പക്ഷേ കേരളത്തിൽ മിക്ക സ്ഥലത്തും ഹ്യൂമിഡിറ്റി കൂടുതലുമാണ്. പക്ഷേ നമ്മുടെ ഈ പർട്ടിക്കുലർ സ്ഥലത്ത് ഹ്യൂമിഡിറ്റി ഓൾറെഡി കുറവായിരുന്നു. ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ ഒരു 10 മണി 11 മണി ആകുമ്പോഴത്തേക്ക് ഹ്യൂമിഡിറ്റി ഒരു 30% ഡ്രോപ്പ് ആവും. അപ്പം ഫാൻ ആൻഡ് പാഡ് നല്ലതാണെന്ന് അറിഞ്ഞു. അങ്ങനെ ഫാൻ ആൻഡ് പാഡിലേക്ക് കൺവേർട്ട് ചെയ്തു. പഴയ ഉണ്ടായിരുന്ന നാച്ചുറലി വെന്റിലേറ്റഡും കൺവേർട്ട് ചെയ്തു. അതേപോലെ പുതിയ പോളി ഹൗസും പണിഞ്ഞു. അങ്ങനെ കൺവേർഷൻ ചെയ്തിട്ട് പിന്നെ ക്ലൈമറ്റ് നല്ലപോലെയാണ് പോയത്. ഒരു 28 ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹ്യൂമിഡിറ്റി ഒരു 60% മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ മെയിനായിട്ട് ലീഫി ഗ്രീൻസ് ആണ് ചെയ്യുന്നത്. ഒരു പാലക്ക്, ലെറ്റ്യൂസ് ഒരു 4 വെറൈറ്റീസ് ഉണ്ട്, കെയിൽ, മിൻറ്റ്, സെലറി, പിന്നെ ഇംഗ്ലീഷ് കുക്കുംബർ, ബ്രൊക്കോളി, ചെറി ടൊമാറ്റോ, ഇത്രയും ക്രോപ്സാണ് നമ്മളിപ്പോൾ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. കൃഷി ആവശ്യത്തിന് കുഴൽക്കിണർ കുത്തി വെള്ളം ഈ കാണുന്ന ടാങ്കിൽ നിറച്ചിരിക്കുന്നു. വെള്ളം ആദ്യം സാധാരണ ഫിൽട്ടർ ഉപയോഗിച്ച് അരിച്ചെടുക്കും. തുടർന്ന് പോളി ഹൗസിനുള്ളിൽ സ്ഥാപിച്ച RO പ്ലാന്റിൽ വീണ്ടും ശുദ്ധീകരിച്ച് വെള്ളത്തിൻ്റെ അമ്ലത, വൈദ്യുത ചാലകത അഥവാ EC, ലവണാംശം അഥവാ TDS എന്നിവ ക്രമപ്പെടുത്തിയിട്ടാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. പോളി ഹൗസിൻ്റെ മേലാപ്പായി 6-7 വർഷം ഈട് നിൽക്കുന്ന UV ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഷീറ്റിനെ ബലവത്തായ GI ചട്ടക്കൂട്ടിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. UV ഷീറ്റിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തെ പോളി ഹൗസിനുള്ളിലേക്ക് ചിന്നിച്ചിതറിച്ച് അതിനുള്ളിലെ ഓരോ ഇലകളിലേക്കും വെളിച്ചമെത്തിച്ച് പ്രകാശ സംശ്ലേഷണം ത്വരിതപ്പെടുത്തുന്നു. പോളി ഹൗസിനുള്ളിൽ നിയന്ത്രിത കാലാവസ്ഥ ഉറപ്പുവരുത്തുവാൻ വിപുലമായ സംവിധാനങ്ങളുണ്ട്. വശങ്ങളിൽ ഈ കാണുന്ന കൂറ്റൻ ഫാനുകൾ പോളി ഹൗസിനുള്ളിലെ വായുവിനെ വലിച്ച് പുറത്തേക്ക് കളയാനുള്ള എക്സോസ്റ്റ് സംവിധാനമാണ്. മറുവശത്ത് ഈ കാണുന്ന തേനീച്ച അറകൾ പ്രത്യേകമായുള്ള പാഡാണ്. സുഷിരങ്ങളുള്ള ഈ പാഡിലൂടെ അകത്തേക്ക് വായുപ്രവാഹം നടക്കും.
എക്സോസ്റ്റിലൂടെ പോകുന്നതിനനുസരിച്ച് പാഡിലൂടെ അകത്തേക്ക് വരുന്ന വായുവിനെ തണുപ്പിച്ചുവിടാൻ പാഡിന് മുകളിലൂടെ സുഷിരങ്ങളുള്ളതും ജലപ്രവാഹമുള്ളതുമായ കുഴലുകൾ വിന്യസിച്ചിട്ടുണ്ട്. അതിലൂടെ വരുന്ന തണുത്ത വെള്ളം വായുവിൽ കലർന്ന് അകത്ത് വരുന്നതിനാൽ 24 മുതൽ 30 ഡിഗ്രി താപനില ക്രമപ്പെടുത്തുവാൻ കഴിയും. അകത്തേക്ക് വരുന്ന വായുവിനെ ചുറ്റിക്കറക്കാൻ ഉയരത്തിൽ സർക്കുലേഷൻ ഫാനുകളും വിന്യസിച്ചിട്ടുണ്ട്. പോളി ഹൗസിൽ നിയന്ത്രിത കാലാവസ്ഥ ഉറപ്പുവരുത്തുവാൻ വേറെയും സംവിധാനങ്ങളുണ്ട്. ഈ കാണുന്നത് ഒരു സെൻസറാണ്. ഈ ഹരിതഗൃഹത്തിലെ താപനിലയും ആർദ്രതയും കാർബൺ സാന്നിധ്യവും ഇതിലൂടെ അറിയാൻ കഴിയും. ഹൈടെക് കൃഷിയിൽ അടിസ്ഥാനപരമായി ഇത്തരം ഉയർന്ന അറിവ് സ്വായത്തമാക്കി വേണം കൃഷി നടത്തേണ്ടത്. ഒരു ചെടി വളരുവാൻ വേണ്ട കൃത്യമായ താപനിലയും ആർദ്രതയും കാർബൺ സാന്നിധ്യവും വെള്ളത്തിൻ്റെ അമ്ലതയും വൈദ്യുത ചാലകതയും ഉറപ്പുവരുത്തുവാൻ ഓട്ടോമേഷൻ അനിവാര്യമാണ്. അതാണ് ഈ കാണുന്ന പാനൽ സംവിധാനം. നമ്മളിവിടെ ചെയ്യുന്നത് കുക്കുംബറാണ്. അപ്പോൾ കുക്കുംബർ നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ 30 ഡിഗ്രിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് 30-32 ഒക്കെ മതി കുക്കുംബറിൻ്റെ ഒപ്റ്റിമം ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഒരു 50 to 60 ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പം 64 പോയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എക്സോസ്റ്റ് ഫാനുകൾ കൂടുതൽ ഓൺ ആയിട്ട് ഇതിനകത്ത് ഹ്യൂമിഡിറ്റി എല്ലാം കൂടെ, അതായത് ഇതിനകത്ത് എന്തൊക്കെ ഇരിപ്പുണ്ടോ അതെല്ലാം കൂടെ എടുത്ത് പുറത്ത് കളയും. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷനിങ് വരുന്നത്. ഇപ്പോൾ നമ്മൾ മാനുവലി ഇട്ടപ്പോൾ ഹ്യൂമിഡിറ്റി കൂടിപ്പോയായിരുന്നു. ഇപ്പോൾ ഓട്ടോ മോഡിലേക്ക് ഇട്ടപ്പം നേരത്തെ 65 നിന്നത് അത് പയ്യെ കുറഞ്ഞു അതിങ്ങനെ വേരി ചെയ്തേക്കും. അത് കുറഞ്ഞു വരും, 60ലേക്ക് വരും. അതിനനുസരിച്ച് കൂടുതൽ ഫാൻ ഓൺ ആവും. അങ്ങനെയാണ് ഇവിടെ വർക്കിംഗ് ആവുന്നത്. ഇപ്പോൾ അത് കുറഞ്ഞ് 62 കുറഞ്ഞ് ഇതിങ്ങനെ 60ലേക്ക് കുറഞ്ഞു വരും. പിന്നെ അത് വീണ്ടും കുറഞ്ഞൊരു 50 ഒക്കെ ആകുമ്പോൾ വീണ്ടും കൂളിംഗ് പാഡ് ഓൺ ആയിട്ട് വീണ്ടും ഒരു 58-59 വരെ വീണ്ടും ഓടും. പിന്നെ അങ്ങനെയാണ് ഇവിടെ ഫംഗ്ഷനിങ്. അതിനനുസരിച്ച് ഫാൻ ഓൺ ആവും, ഫാൻ ഓഫ് ആവും. അതിനനുസരിച്ച് ഹ്യൂമിഡിറ്റി കൂടുകയും കുറയും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താണ് ഫാമിനകത്ത് നിൽക്കുന്നത്. ഹൈഡ്രോപോണിക്സിന്റെ ഓപ്പണബിൾ ഫുഡ് ഗ്രേഡ് പൈപ്പ് അഥവാ ചാനലാണ് ഈ കാണുന്നത്. ചാനലിന്റെ മുകളിൽ എടുത്തുമാറ്റാവുന്ന മേൽമൂടിയിൽ നിശ്ചിത അകലത്തിൽ ചെടികൾ വയ്ക്കാനുള്ള ദ്വാരങ്ങളുണ്ട്. ഈ ദ്വാരത്തിൽ ചകിരിച്ചോറ് നിറച്ച കപ്പുകളിൽ തൈകൾ നടുന്നു. കപ്പിന് ദ്വാരങ്ങളുണ്ട്. തൈകളുടെ വേരുകൾ ഈ കാണുന്ന ചാനലിലേക്ക് നീണ്ടു വളരും. ഇതിലൂടെ ഒഴുക്കിവിടുന്ന പോഷകലായനി വലിച്ചെടുത്താണ് ചെടികൾ വളരുന്നത്. തുടർച്ചയായി ചാനലിലൂടെ വെള്ളമൊഴുക്കാറില്ല. അരമണിക്കൂർ കൂടുമ്പോൾ 10 മിനിറ്റ് മാത്രം മതിയാകും. ഈ കാണുന്നതാണ് പോഷക ടാങ്ക്. ചെടി വളർച്ചയ്ക്കാവശ്യമായ പോഷക മൂലകങ്ങൾ ഈ ചെറു കന്നാസിൽ ലയിപ്പിച്ച് ഇട്ടിരിക്കുന്നു. ജലസേചന വെള്ളത്തോടൊപ്പം ചെടി ചുവട്ടിലെ വേരുപടലങ്ങളിലേക്ക് നേരിട്ടെത്തിച്ചാണ് പോഷക ലഭ്യത ഉറപ്പുവരുത്തുന്നത്. പോഷക അളവ് നിരീക്ഷിക്കാനും സെൻസിംഗ് സംവിധാനമുണ്ട്. അത് TDSലും ECയിലുമാണ് രേഖപ്പെടുത്തുന്നത്. അമലിന്റെ ഹൈഡ്രോപോണിക് കൃഷിയുടെ മാധ്യമം ചകിരിച്ചോറാണ്. ചെടികൾ ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറിലാണ് നടേണ്ടത്. വിപണിയിലെ ചകിരിച്ചോർ പുളിയുള്ളതാണ്. വാങ്ങുന്ന ചകിരിച്ചോർ വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുക്കണം. തുടർന്ന് കാൽഷ്യം കാർബണേറ്റ് എന്ന രാസവസ്തു 1 ലിറ്റർ വെള്ളത്തിന് 7 ഗ്രാം എന്ന കണക്കിൽ കലക്കിയ ലായനിയിലിട്ട് 1 ദിവസം വയ്ക്കുക. തുടർന്ന് പിഴിഞ്ഞ് വീണ്ടും ശുദ്ധജലത്തിൽ ഒരിക്കൽ കൂടി കഴുകി പിഴിഞ്ഞെടുത്താൽ ചകിരിച്ചോറിന്റെ വൈദ്യുത ചാലകതയും ലവണാംശവും കൃത്യമാക്കി എടുക്കാം. ഓട്ടോമേഷൻ ഉള്ളതിനാൽ ഹരിതഗൃഹത്തിൽ ജോലിക്കാർ വേണ്ടിവരുന്നില്ല. വിളവെടുക്കാനും തൈകൾ ഉണ്ടാക്കാനും മാത്രമാണ് ജോലിക്കാരുടെ ആവശ്യം. അമലും ഒരു ജോലിക്കാരിയും കൂടിയാണ് അതൊക്കെയും ചെയ്യുന്നത്. ഹൈഡ്രോപോണിക് സംവിധാനം ഒരുക്കുന്നതിന് തുടക്ക ചെലവ് കൂടുതലാണെങ്കിലും പരിപാലന ചെലവ് വളരെ കുറവാണ് എന്നതാണ് ഈ കൃഷിരീതിയുടെ ആകർഷണീയത. കൃഷിഭവൻ സഹായവും ഇതിന് ലഭിച്ചു വരുന്നുണ്ട്. വെട്ടിക്കോല കൃഷിഭവൻ്റെ പരിധിയിലുള്ള ഒരു യുവകർഷകനാണ് അമൽ എന്ന MBA കാരനായ ഒരു
യുവ കർഷകൻ. ഇദ്ദേഹം പിന്നെ ഹൈഡ്രോപോണിക് കൃഷിയിലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ അറിവ് അനുസരിച്ച് ഹൈഡ്രോപോണിക് കൃഷി ചെയ്യുകയും അതിന് കൃഷിഭവൻ, വെട്ടിക്കുവല കൃഷിഭവൻ്റെ പൂർണ്ണമായ സാമ്പത്തിക സഹായങ്ങളും നൽകി വരുന്നു. ഈ യുവ കർഷകനായ അമലിന് 2000 സ്ക്വയർ ഫീറ്റോളം പിന്നെ ഹൈഡ്രോപോണിക് സിസ്റ്റം ചെയ്തു വരുന്നു. അതിന് ഏകദേശം കൃഷിഭവൻ പിന്നെ 11 ലക്ഷത്തിൽ മുകളിൽ തുക സബ്സിഡിയായി ഇയാൾക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ പിന്നെ കൃഷിഭവൻ മുഖേന വൈദ്യുതി പൂർണ്ണമായി സൗജന്യമായി കഴിഞ്ഞ 4 വർഷമായി പൂർണ്ണമായി സൗജന്യമായി നൽകി വരുകയും ചെയ്യുന്നുണ്ട്. വളരെ ശാസ്ത്രീയമായി ഹൈഡ്രോപോണിക്സ് കൃഷി പഠിപ്പിക്കുവാനും അമൽ സമയം കണ്ടെത്തുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും കീഴിൽ സ്റ്റാർസ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ 210ഓളം സ്കൂളുകളിലാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ ആരംഭിച്ചത്. ഇതിലിപ്പോൾ 29ഓളം ജോബ് റോളുകളാണ് ഈ പറയുന്ന SBCകളിൽ പരിശീലനം നൽകി വരുന്നത്. സൗജന്യമായ നൈപുണ്യ പരിശീലനമാണ് ഈ കേന്ദ്രങ്ങളിലൂടെ ഉറപ്പാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഓൺ ദി ജോബ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇവോഫാംസ് ഇന്ത്യ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ ഇംപ്ലാന്റ് സൂപ്പർവൈസറായിട്ടുള്ള അമലിൻ്റെ കീഴിലാണ് കുട്ടികൾ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 120 മണിക്കൂറാണ് ഓൺ ദി ജോബ് ട്രെയിനിങ് നടത്തുന്നത്. വിത്ത് പാകുന്നത് മുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന വരെയുള്ള പ്രോസസ്സുകളെല്ലാം കുട്ടികൾ ചെയ്ത് പരിശീലിക്കുന്നുണ്ട്. മാത്രമല്ല ഓട്ടോമേഷൻ, അതുപോലെ തന്നെ കൂളിംഗ് പാഡ് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. കൂട്ടുകാരും വീട്ടുകാരുമൊക്കെ പുറം രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഇക്കാലത്ത് നാട്ടിലൊരു സംരംഭം തുടങ്ങി അതിൽ വിജയക്കൊടി പാറിക്കുന്ന അമൽ നമ്മെ വിസ്മയിപ്പിക്കുന്നു, പ്രചോദിപ്പിക്കുന്നു. 25 വയസ്സുകാരനായ ഈ ചെറുപ്പക്കാരൻ ഹൈടെക് കൃഷിയുടെ സാധ്യതകൾ നമുക്ക് തുറന്നു തരികയാണ്. തീർച്ചയായും യുവ കേരളത്തിന് അമൽ ഒരു മാതൃകയാവുകയാണ്.